അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണേറ് സത്യമാണ്. കണ്ണേറ് ബാധിച്ചാലുണ്ടാകുന്ന അടയാളങ്ങളെക്കുറിച്ച് നാം മുൻകഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ക്ഷീണമുണ്ടാവുക, മാറാത്ത രോഗം, ഇങ്ങനെ പല അസ്വസ്ഥതകൾ നമുക്കുണ്ടായാൽ അത് മരുന്ന് കുടിച്ചിട്ട് പോലും മാറുന്നില്ല എങ്കിൽ അത് കണ്ണേറാകാൻ സാധ്യത ഉള്ളതാണ്. അത്തരത്തിലുള്ള രോഗങ്ങളിൽ നാം വരാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് 2 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടിയാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത്, നമുക്കൊക്കെ ഓതാൻ അറിയുന്ന സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതുക. അതിൻ്റെ ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതുക. അതുപോലെ ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, ഇത് ഓരോന്ന് തവണ ഓതുക. അത് കഴിഞ്ഞ് ആയത്തുൽ കുർസി 7 തവണ ഓതുക. സൂറത്തുൽ ഷർഹ്, അതായത് അലം നശ്റഹ് ലക സദ്റക് എന്നുള്ള സൂറത്ത് 7 തവണ ഓതുക. പിന്നെ ദിക്ർ ഷിഫാൻ്റെ ദിക്ർ എന്നറിയപ്പെടുന്ന ദിക്റുണ്ടല്ലോ, അത് 1 തവണ ഓതുക. ഏത് തന്നെ കണ്ണേറാണ് ആ ദിക്ർ, ഷിഫാ ദിക്ർ നമുക്കൊക്കെ മനഃപ്പാഠം അറിയുന്ന ദിഹിബൽ ബാസ റബ്ബന്നാസി വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാഉൻ ഇല്ലാ ഷിഫാഉക് ഷിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ അലമ്മാ ഹദീനികും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഈ ഒരായത്താണ്. ഇത് ഓതുക. ഇത് നാം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണേറ് ബാധിച്ച വ്യക്തിയാണെങ്കിൽ അവന് കോട്ടവായിട്ട് കൊണ്ടിരിക്കും. ആ കോട്ടവായിടാൻ പോലും അവനക്ക് വലിയ പ്രയാസം ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ണേറ് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ണേരന്മാരുടെ കണ്ണിൽ തൊട്ട് അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബങ്ങളെല്ലാവരും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. സാഹിനുള്ള സിഹ്റിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.